നമസ്കാരം. ഇന്ന് ലോക ഹൃദയ ദിനമാണ്. ഈ ദിനത്തിൽ നമ്മളോടൊപ്പമുള്ളത് പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധനും നിംസ് ഹാർട്ട് ഫൗണ്ടേഷൻ്റെ ഡയറക്ടറുമായിട്ടുള്ള മധു ശ്രീധർ സാറാണ്. ഇന്നത്തെ ഈ ദിവസത്തിൽ സാറിൻ്റെ വാക്കുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. നിരവധി പേര് എപ്പോഴും ജീവിതത്തിൻ്റെ പച്ചപ്പിലേക്ക് എന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സാറിനെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. സാറിനോട് ബാക്കി വിശേഷം. സാർ, ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഈ സാധാരണ നടന്നു പോകുന്നവരെ അല്ലാതെ നല്ല വ്യായാമം ചെയ്യുന്ന ആൾക്കാർ വരെ കുഴഞ്ഞു വീണ് മരിക്കാറുണ്ട്. അത് ഒടുവിലെത്തുന്നത് അറ്റേക്ക് ആ രീതിയിലാണ്. അതെങ്ങനെയാണ് സാറേ ഇപ്പോഴത്തെ? ഈ ഹൃദ്രോഗം എന്ന് പറയുന്നത് വയസ്സാകുമ്പോൾ രക്തക്കുഴൽ ബ്ലോക്ക് വരികയാണ്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. പുകവലിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും വരും. ഇപ്പം നമ്മൾ 20-30 വയസ്സാണെങ്കിലും ഈ അസുഖങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, പുകവലിക്കുകയാണെങ്കിൽ അസുഖം നിശ്ചയമായിട്ടും വരും. ഇപ്പോൾ സെലിബ്രിറ്റീസ് അതിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവും. പുനീത് രാജ്കുമാറെല്ലാം 45 വയസ്സിൽ ജിമ്മിൽ നിന്നപ്പോൾ വ്യായാമം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. പക്ഷേ അദ്ദേഹത്തിന് പ്രഷറുണ്ടോ, ഷുഗറുണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അത് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുകവലിക്കുകയാണെങ്കിൽ അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് കാരണമാണ് നമുക്കെല്ലാവർക്കും അസുഖം ഉണ്ടോ ഇല്ലയോ എന്നറിയുന്നതിന് റെഗുലറായി ചെക്കപ്പ് ചെയ്യുക, ജീവിതശൈലിയിലെ മാറ്റങ്ങൾ വരുത്തുക, പുകവലി പൂർണ്ണമായി നിർത്തുക, ആരോഗ്യകരമായ ആഹാരം കഴിക്കുക, ദിവസവും വ്യായാമം ചെയ്യുക. ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. ചെയ്തില്ലെങ്കിൽ അസുഖം വരികയാണെങ്കിൽ വിഷമമാണ്, ജീവൻ പോകുന്ന അസുഖമാണ്. ഇപ്പോൾ നിലവിൽ എല്ലാവർക്കുള്ള ഒരു സംശയമാണെന്ന് പറഞ്ഞാൽ, ഈ യുവാക്കൾ സാധാരണ പറയുന്നത് ഈ കോവിഡ് സമയത്ത് വെച്ച ആ ഒരു ഇതിൻ്റെ എഫക്റ്റാണ് ഇത്തരത്തിൽ മരണത്തോട് സംഭവിക്കുക. അത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? അത് സത്യം അല്ല എന്ന് നമുക്ക് പറയാം. കോവിഡ് വന്നപ്പോൾ ആ സമയത്ത് കോവിഡ് ഒരു ഇൻഫെക്ഷനാണ്. അപ്പോൾ അത് കാരണം ആ സമയത്ത് രക്തധമനികളിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ അവിടെ കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കോവിഡ് സമയത്ത് വന്ന പല ഹാർട്ട് അറ്റാക്ക് രോഗികൾക്കും രക്തക്കുഴൽ നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ വളരെയധികം ത്രോംബസ് അല്ലെങ്കിൽ ക്ലോട്ട് ഉള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വരുന്നത് ഇത് ജീവിതശൈലിയിലെ അസുഖമാണ്. അപ്പോൾ അത് ഉള്ളപ്പോൾ നമുക്ക് പണ്ട് വന്ന ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുകയാണ് വേണ്ടത്. കോവിഡുമായിട്ട് ഇതിന് ബന്ധമില്ല. നമ്മുടെ ജീവിതശൈലിയിലെ അസുഖമാണിത്. നമ്മുടെ ജീവിതശൈലി നോക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. സാറിൻ്റെ ഈ ഒരു 18 വർഷക്കാലമായിട്ട് സാർ ഈ ഹാർട്ട് ഫൗണ്ടേഷൻ്റെ ഈ ഒരു നമ്മുടെ ഗ്രാമപ്രദേശമാണ്. ഇത്തരത്തിൽ ഇവിടെ വരുന്ന പേഷ്യൻറ്റുകൾ എത്തരത്തിലുള്ള സാർ? അതായത് പുറത്തുള്ളവരാണോ, നമ്മുടെ ഈ ഗ്രാമപ്രദേശത്തുള്ളവരാണോ വരുന്നത്? എങ്ങനെയാണ്? നമുക്ക് തുടങ്ങിയപ്പോൾ നമ്മൾ ഗ്രാമപ്രദേശമായിരുന്നു. പക്ഷേ എന്നാലും ഇപ്പോൾ നിംസ് എന്ന് പറയുന്നത് ഇപ്പോൾ കൊല്ലത്ത് നിന്നും നാഗർകോവിൽ നിന്ന് വരെ ആൾക്കാർ ദിവസവും വരുന്ന ആശുപത്രിയാണ്. ഇത് നമ്മുടെ ആശുപത്രിയിലോട്ടുള്ള വിശ്വാസ്യത കൂടി എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. അതിന് നമുക്ക് കൂടുതലായിട്ടും സന്തോഷവും ഉണ്ട്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അസുഖം വരാതിരിക്കാൻ നോക്കുക എന്നതാണ്. നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ രക്തധമനിയിൽ ബ്ലോക്ക് കാരണമാണ് വരുന്നത്. ഇത് 30 വയസ്സാണെങ്കിലും 90 വയസ്സാണെങ്കിലും അസുഖം ഒന്ന് തന്നെയാണ്. ഇതാണ് രക്തക്കുഴൽ. ഈ 90% വലതുവശത്ത് കാണുന്ന ആ രക്തക്കുഴൽ 90% ബ്ലോക്ക് ആയിരിക്കുകയാണ്. ആ രോഗി ഹാർട്ട് അറ്റാക്കായിട്ട് വന്നതാണ്. ഇത് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ശേഷം ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആണ്. ഇദ്ദേഹം നാഗർകോവിലിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ദിവസവും കാണുന്നതാണ്. ഇനി ആൻജിയോപ്ലാസ്റ്റി ചെയ്തു കഴിഞ്ഞാലും അതിനകത്തും ബ്ലോക്ക് വരാം. അത് ബ്ലോക്ക് വരാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ ഇൻവെസ്റ്റിഗേഷൻ, ഈ ചികിത്സാ രീതികൾ നോക്കുന്നത്. ഇതിനെ OCT എന്ന് പറയും. OCT എന്ന് വെച്ചാൽ ലൈറ്റ് വെച്ച് നമ്മുടെ രക്തധമനികളിൽ അകത്ത് കാണുന്നതാണ്. രക്തധമനികൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ ഇങ്ങനെ കോൺട്രാസ്റ്റ് മാത്രമേ കാണുള്ളൂ. ഇതിനകത്ത് രക്തധമനികളുടെ അകം ലൈറ്റ് വെച്ച് കാണാം. ഇത് IVUS എന്ന് പറയും. ഇത് അൾട്രാസൗണ്ട് വെച്ച് കാണാം. അപ്പോൾ ഇത് വെച്ച് കാണുമ്പോൾ നമുക്ക് രക്തധമനികൾ എങ്ങനെയുണ്ട്, നമ്മൾ വെച്ച സ്റ്റെൻറ്റ് നല്ലതാണോ, അതിന് ഭാവിയിൽ പ്രോബ്ലം വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ അറിയാനുള്ള സഹായകരമായ ഇൻവെസ്റ്റിഗേഷൻസ് ആണിത്. ഇത് വെച്ച് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ പ്രോബ്ലം വരാനുള്ള സാധ്യത കുറവാണ്. ഒന്ന്, വരാതിരിക്കാൻ നോക്കുക. വരുവാണെങ്കിൽ നല്ല രീതിയിൽ അതിൻ്റെ ചികിത്സ ചെയ്യുക. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നിംസിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ AI വെച്ചിട്ടുള്ള OCT എന്ന് പറയുന്നത്. OCT വെച്ച് നമ്മൾ ലൈറ്റ് വെച്ചാണ് കാണുന്നത്. പക്ഷേ ഇതിനകത്ത് AI വെച്ച് കാണുമ്പോൾ അതിൻ്റെ രക്തക്കുഴൽ സൈസ് എത്രയാണ് എന്നുള്ളത് ഇതാണ്. രക്തക്കുഴൽ അതിൻ്റെ സൈസ് എത്രയാണ്, അതിൻ്റെ വലുപ്പം എത്രയുണ്ട്, അതിൻ്റെ
നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിന് ശേഷം രക്തക്കുഴൽ എത്രത്തോളം വലുതായി എന്നുള്ളതെല്ലാം ഇത് കാണാൻ പറ്റും. ഈ നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ചികിത്സ നോക്കുന്നത്. ഇത് കറക്റ്റ് അല്ല. ഇപ്പോൾ ഈ 8.1 എന്നുള്ളത് 3 or 4 ആണെങ്കിൽ നമുക്ക് രക്തക്കുഴൽ സ്റ്റെൻറ്റ് കൂടുതൽ വലുതാക്കണം. അതുപോലെ തന്നെ എക്സ്പാൻഷൻ എന്നുള്ളത് കുറവാണെങ്കിൽ കൂടുതൽ വലുതാക്കണം. ഇതെല്ലാം നമുക്ക് ഈ ഒരു മെഷീൻ്റെ ഒരു പിക്ചറിൽ വെച്ച് തന്നെ നമുക്കെല്ലാം അറിയാൻ പറ്റും. ഇതാണ് AI പവേർഡ് OCT എന്ന് പറയുന്നത്. ഇതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല OCT മെഷീൻ. അത് നമുക്ക് ഇവിടെ സജ്ജമായിട്ടുണ്ട്. ഓരോ വേൾഡ് ഹാർട്ട് ഡേക്കും ഓരോ തീമുണ്ട്. ഈ വർഷത്തെ തീം ഡോണ്ട് മിസ് എ ബീറ്റ്, നമ്മുടെ ഹൃദയസ്പന്ദനം നിൽക്കാതിരിക്കട്ടെ എന്നുള്ളതാണ്. ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാവുന്നത്, നമ്മുടെ ഹൃദയം നമ്മുടെ ചുമതലയാണ്. നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റം വരുത്തേണ്ടത് നമ്മുടെ കടമയാണ്. പുകവലി പൂർണ്ണമായി നിർത്തുക, അമിതഭാരം ഒഴിവാക്കുക, ദിവസവും 1/4 മണിക്കൂർ നടക്കുക, ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇവ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഉണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സ സ്ഥിരമായിട്ട് ചെയ്യുക. ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഹൃദയാരോഗ്യം നല്ല രീതിയിൽ നിർത്താൻ അവസരമാകുന്നു. ഇത് നമ്മളെല്ലാവരും ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.